ഇന്ത്യയിൽ അതിശക്തമായ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിനായി പ്രാദേശിക അറ്റകുറ്റപ്പണികൾക്കും നിർമ്മാണങ്ങൾക്കും സൗകര്യമൊരുക്കുന്നതിനുള്ള സംയുക്ത സംരംഭം സ്ഥാപിക്കാൻ റഷ്യയും ഇന്ത്യയും ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഒരു ഇന്ത്യൻ കമ്പനിയും റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭമായ അൽമാസാന്റെയും S-400 സർഫസ് ടു എയർ മിസൈൽ സംവിധാനത്തിന്റെ യഥാർത്ഥ ഉപകരണ നിർമ്മാതാക്കളും ഉൾപ്പെടുന്നതാണ് ഈ ലാൻഡ്മാർക്ക് സംയുക്ത സംരംഭം. ഈ സംയുക്ത സംരംഭം ഇന്ത്യയിലെ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരിപാലിക്കുന്നതിലും നന്നാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഭാവിയിൽ ഈ സംരംഭം ഇന്ത്യക്കുള്ളിൽ തന്നെ സിസ്റ്റത്തിനാവശ്യമായ ഭാഗങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യൻ കമ്പനിയും അൽമാസാന്റെയും തമ്മിലുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലായതിനാൽ രണ്ട് കമ്പനികളും രണ്ട് മെയിൻ്റനൻസ് സെന്ററുകൾ സ്ഥാപിക്കാനും 2028 ഇന്ത്യയിൽ സ്പെയർ പാർട്സുകൾ ഉൽപ്പാദിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ഇന്ത്യയിൽ ഒരു പ്രാദേശിക S-400 പ്രൊഡക്ഷൻ ലൈൻ സ്ഥാപിക്കുന്നത് പര്യവേഷണം ചെയ്ത റോസ്റ്റക് സിഇഒയായ സെർജി ചെമേസോവ് 2019 ആരംഭിച്ച ചർച്ചകളെ തുടർന്നാണ് ഈ സാധ്യതയുള്ള സംരംഭം നിലവിൽ യാഥാർത്ഥ്യമാകുന്നത്. റഷ്യൻ കമ്പനിയായ അൽമാസാന്റെ ഇന്ത്യൻ കമ്പനിയുമായി സഹകരിച്ച് സംയുക്ത സംരംഭം രൂപീകരിക്കുകയും സാങ്കേതിക സഹായം നൽകുകയും ചെയ്യും. കൂടാതെ 2028 പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രോജക്റ്റിനാവശ്യമായ സാങ്കേതിക വിദ്യ അൽമാസാന്റെ നൽകുമെന്നും കമ്പനി വ്യക്തമാക്കുന്നു. 2 വർഷത്തിലേറെയായി ഇന്ത്യ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി വിന്യസിച്ചു വരികയാണ്. 2018 ഒക്ടോബറിൽ കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻ ആക്ട് പ്രകാരമുള്ള അമേരിക്കൻ ഉപരോധങ്ങളും ട്രംപ് ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുകളും അവഗണിച്ച് S-400 മിസൈൽ സംവിധാനത്തിന്റെ 5 യൂണിറ്റുകൾ സ്വന്തമാക്കാൻ ഇന്ത്യ ധൈര്യത്തോടെ റഷ്യയുമായി $5 ബില്യൺ കരാർ ഒപ്പിട്ടു. 2014 റഷ്യ ക്രിമിയ പിടിച്ചടക്കിയതും 2016 അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലെ ഇടപെടലുകൾക്കും മറുപടിയായി നടപ്പാക്കിയ കർശനമായ അമേരിക്കൻ നിയമമായ കാറ്റ്സ റഷ്യയിൽ നിന്നും പ്രധാന പ്രതിരോധ ഹാർഡ്വെയർ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കൻ ഭരണകൂടത്തെ അധികാരപ്പെടുത്തുന്നു. 2017 പ്രാബല്യത്തിൽ വന്ന കാറ്റ്സ നിയമം തുർക്കി, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നു. എന്നിരുന്നാലും എതിരാളികളുടെ സംവിധാനങ്ങളെ അപേക്ഷിച്ച് പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ S-400 ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമാണെന്ന് ഇന്ത്യ നിർണയിച്ചിരുന്നു. എയർ പവർ വർദ്ധിപ്പിക്കുന്നതിലും സാധ്യമായ ആകാശ ഭീഷണികളെ തടയുന്നതിലും സിസ്റ്റത്തിന്റെ പ്രധാന പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ ദൃഢനിശ്ചയത്തോടെ ഈ കരാറിൽ തുടർന്നു പോന്നു. ഈ തീരുമാനം ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിനും ബാഹ്യ സമ്മർദ്ദങ്ങളെക്കാൾ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകാനുള്ള ദൃഢനിശ്ചയത്തിനും അടിവരയിടുന്നു. 2021 ജനുവരിയിൽ S-400 സിസ്റ്റത്തിൽ പരീക്ഷണം ആരംഭിക്കുന്നതിനായി ആദ്യത്തെ ഇന്ത്യൻ സൈനിക സംഘം റഷ്യയിലേക്ക് പുറപ്പെട്ടു. 2021 ഡിസംബർ മുതൽ 5 യൂണിറ്റുകളിൽ 3 ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറുകയും അതിർത്തി കടന്നുള്ള വ്യോമാക്രമണം തടയാൻ പത്താൻകോട്ട്, സിലിഗുരി, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തു. ഉക്രൈനുമായുള്ള സംഘർഷത്തിനിടയിൽ ശേഷിക്കുന്ന 2 S-400 യൂണിറ്റുകൾ 2026 മൂന്നാം പാദത്തോടെ റഷ്യൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. രസകരമെന്ന് പറയട്ടെ, റഷ്യയിൽ നിന്നും S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 2022 ജൂലൈ 14 അമേരിക്കൻ ഹൌസ് കാറ്റ്സ ഉപരോധം ഒഴിവാക്കിയിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങുന്ന സെൽഫ് പ്രൊപ്പൽഡ് S-400 ട്രയംഫ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ചൈനയുമായും പാകിസ്ഥാനുമായും ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യക്ക് അതിന്റെ കിഴക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ സുരക്ഷാ കവചം നൽകുന്നു. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഹിമാലയത്തിൽ വിന്യസിച്ചിരിക്കുന്ന S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ചൈനീസ് എയർഫീൽഡുകളുടെ ഇന്റർമീഡിയറ്റ് സോണിലെത്താനും പാകിസ്ഥാന്റെ പ്രദേശത്തിന്റെ 80% വരെ ഉൾക്കൊള്ളാനും കഴിയും. 1980കളുടെ അവസാനത്തിൽ ശീതയുദ്ധകാലത്ത് റഷ്യ S-400 സിസ്റ്റം വികസിപ്പിക്കാൻ തുടങ്ങി. റഷ്യൻ വ്യോമസേന ആദ്യമായി S-400 സംവിധാനം 1993 ജനുവരിയിൽ പ്രഖ്യാപിച്ച് 1999 ആദ്യ വിജയകരമായ പരീക്ഷണങ്ങൾ നടത്തി. 2001 ഈ സിസ്റ്റം റഷ്യൻ സൈന്യത്തിൽ വിന്യാസം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും ഈ സംവിധാനം 2007 മാത്രമാണ് ഔദ്യോഗികമായി സേവനത്തിന് അംഗീകാരം നൽകുകയും ഉപയോഗിക്കുകയും ചെയ്തത്. S-300 ഫാമിലിയിലെ സംവിധാനങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാനായി രൂപകൽപ്പന ചെയ്ത ഒരു മൊബൈൽ സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് S-400. 2 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയുള്ള വ്യോമാക്രമണങ്ങളെ തടയാൻ ശേഷിയുള്ള ഈ സംവിധാനത്തിൽ വ്യോമവിരുദ്ധ മിസൈൽ ലോഞ്ചറുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ മിസൈലുകളും ഉൾപ്പെടുന്നു. വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ, ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ 400 കിലോമീറ്റർ പരിധിയിലും 30 കിലോമീറ്റർ വരെ ഉയരത്തിലും എത്തുന്ന വിവിധ വ്യോമ ലക്ഷ്യങ്ങളിൽ ഏർപ്പെടാൻ ഇതിന് കഴിയും. സ്വന്തം വ്യോമാതിർത്തിക്കുള്ളിൽ പോലും എതിരാളികളുടെ വ്യോമഗതാഗതം നിയന്ത്രിക്കാനുള്ള S-400ന്റെ കഴിവ് സാധാരണ പാശ്ചാത്യ സംവിധാനങ്ങൾക്ക് സമാനതകളില്ലാത്തതാണ്. അമേരിക്ക വികസിപ്പിച്ച ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റത്തെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും അപകടകരമായ പ്രവർത്തന രീതിയിൽ വിന്യസിച്ചിരിക്കുന്ന ആധുനിക ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമായി ഇത് കണക്കാക്കപ്പെടുന്നു. S-400 സിസ്റ്റത്തിന് SA-12, SA-23, S-300 തുടങ്ങിയ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളുമായി ഡേറ്റ കൈമാറാൻ കഴിയും. വിമാനങ്ങൾ, റോട്ടർ ക്രാഫ്റ്റുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഗൈഡഡ് മിസൈലുകൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ 600 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും S-400ന്റെ റഡാറിന് കഴിയും. കൂടാതെ സിസ്റ്റത്തിന് 100 വായുവിലൂടെയുള്ള ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനും അവയിൽ 6 ഒരേ സമയം ഇടപഴകാനും കഴിയും.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംവിധാനങ്ങൾ അതിർത്തിയിൽ വിന്യസിക്കുന്നത് അഭൂതപൂർവമായ തന്ത്രപരമായ നേട്ടം നൽകുകയും സാധ്യതയുള്ള എതിരാളികളെ ഫലപ്രദമായി അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പ്രധാന സ്തംഭമാണ് പ്രതിരോധ സഹകരണം എന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സൈനിക സാങ്കേതിക സഹകരണത്തിനുള്ള പരിപാടികൾ വഴി നയിക്കപ്പെടുന്നു. 2000 സ്ഥാപിതമായ ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ ഓൺ മിലിറ്ററി ടെക്നിക്കൽ കോപ്പറേഷൻ എന്ന സ്ഥാപനവൽകൃത ഘടനയാണ് ഈ സഹകരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. വർഷങ്ങളായി സൈനിക സാങ്കേതിക സഹകരണം ഒരു ലളിതമായ വാങ്ങുന്നയാൾ വിൽപ്പനക്കാരൻ ബന്ധത്തിൽ നിന്നും വികസിപ്പിച്ചെടുക്കുകയും സംയുക്ത ഗവേഷണം, ഡിസൈൻ, വികസനം, വിപുലമായ സൈനിക പ്ലാറ്റ്ഫോമുകളുടെ സഹനിർമ്മാണം എന്നിവയിലേക്ക് വളർത്തിയെടുക്കുകയും ചെയ്തു. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന്റെ സഹനിർമ്മാണം ഇരു രാജ്യങ്ങളുടെയും ഈ പ്രവണതയെ ഉദാഹരിക്കുന്നു. സമീപ വർഷങ്ങളിൽ ഇന്ത്യയും റഷ്യയും വിവിധ ഡൊമൈനുകളിലായി നിരവധി പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെച്ചു. T-90 ടാങ്കുകൾ, തൽവാർ ക്ലാസ് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റുകൾ, സുഖോയ് 30MK യുദ്ധവിമാനങ്ങൾ, AK-203 ആക്രമണ റൈഫിളുകൾ, ആണവശക്തിയുള്ള ആക്രമണ അന്തർവാഹിനിയുടെ ലീസിനെടുക്കൽ എന്നിവയിലും ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നു. റഷ്യയും ഇന്ത്യയും തമ്മിൽ അടുത്തിടെ നടന്ന ചില സുപ്രധാന പ്രതിരോധ ഇടപാടുകൾ നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകൾ. ഇന്ത്യൻ നാവികസേനയ്ക്കായി 4 തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളുടെ വിതരണത്തിനും പ്രാദേശിക ഉൽപാദനത്തിനുമായി ഏകദേശം $1.5 ബില്യൺ 2 കരാറുകൾ ഇന്ത്യൻ സർക്കാർ റഷ്യയുമായി ഒപ്പിട്ടു. രണ്ടാമതായി യുദ്ധവിമാന സംഭരണം. 2020 ജൂലൈയിൽ റഷ്യയിൽ നിന്നും 21 MiG-29, 12 സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഏകദേശം $2.4 ബില്യൺ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം അനുവദിച്ചു. MiG-29 യുദ്ധവിമാനങ്ങൾ നേരിട്ട് വിതരണം ചെയ്യുകയും സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യപ്പെടുകയും ചെയ്യും. 2021 ജനുവരിയോടെ കരാറുമായി മുന്നോട്ടു പോകാനുള്ള ആസന്നമായ പദ്ധതികൾ ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. മൂന്നാമതായി AK-203 അസോൾട്ട് റൈഫിൾ. 2021 ജൂലൈയിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം റഷ്യയിൽ നിന്നും കൈമാറിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 6,10,000 AK-203 തോക്കുകൾ ഇന്ത്യയിൽ നിർമ്മിക്കും. ഈ ആവശ്യത്തിനായി ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭം 2019 ഉത്തർപ്രദേശിലെ കോർവയിൽ സ്ഥാപിക്കുകയും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഉൽപാദനം ആരംഭിക്കുകയും ചെയ്തു. നാലാമതായി ഇഗ്ല-S മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം. 120 ലോഞ്ചറുകൾക്കും 400 മിസൈലുകൾക്കുമുള്ള വലിയ കരാറിന്റെ ഭാഗമായി 2024 ഏപ്രിൽ ഇന്ത്യൻ സൈന്യത്തിന് റഷ്യയിൽ നിന്നും ഇഗ്ല-S മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ആദ്യ ബാച്ച് ലഭിച്ചു. ഈ സംവിധാനങ്ങൾ സൈന്യത്തിന്റെ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു, പ്രത്യേകിച്ച് വടക്കൻ അതിർത്തിയിലെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ. സംഭരണത്തിൽ ഇന്ത്യയിലെ ആഭ്യന്തര ഉൽപാദനം ഉൾപ്പെടുന്നു എന്നതുകൂടാതെ ഒരു റെജിമെന്റ് ഇതിനോടകം തന്നെ ഈ സംവിധാനങ്ങൾ വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഏറ്റെടുക്കൽ കാലഹരണപ്പെട്ട ഇഗ്ല-1M സിസ്റ്റങ്ങളെ മാറ്റി സ്ഥാപിക്കുകയും ഭാവിയിലെ തദ്ദേശീയ വീശറാട് മുന്നേറ്റങ്ങൾക്കായുള്ള പദ്ധതികളുമായി യോജിപ്പിക്കുകയും ചെയ്യുന്നു. ഇവയ്ക്കെല്ലാം പുറമെ ഇപ്പോൾ S-400 പ്രോഗ്രാം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ഒരു മുൻനിര പദ്ധതിയായി കണക്കാക്കി പോരുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം 1960കൾ മുതൽ അവരുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആണിക്കല്ലായി തുടരുന്നു. സോവിയറ്റ് കാലഘട്ടം മുതൽ ഈ ബന്ധങ്ങൾ ശ്രദ്ധാപൂർവം വളർത്തിയെടുത്തിട്ടുള്ളതിനാൽ ഇത് അവരുടെ ദേശീയ താൽപര്യങ്ങൾ നിറവേറ്റുന്ന പരസ്പര പ്രയോജനകരമായ ബന്ധത്തിന് കാരണമായി. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും ശക്തമായ സാമ്പത്തിക ബന്ധങ്ങൾ, ശക്തമായ പ്രതിരോധ സഹകരണം, പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങളിൽ പരസ്പര പിന്തുണ എന്നിവയിൽ സമഗ്രമായ പങ്കാളിത്തം സ്ഥാപിച്ചു. 1990കളുടെ തുടക്കത്തിൽ വില നിർണ്ണയവും കറൻസി ക്രമീകരണവും സംബന്ധിച്ച ചർച്ചകൾക്കിടയിലും സോവിയറ്റ് കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ നന്നാക്കാനും നവീകരിക്കാനും പരിപാലിക്കാനും ഇന്ത്യക്ക് ആവശ്യമായതിനാൽ പ്രതിരോധ സഹകരണം തുടർന്നു പോന്നു. സോവിയറ്റിന് ശേഷമുള്ള റഷ്യയുടെ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും പൊക്രാൻ 2 പരീക്ഷണത്തെ തുടർന്ന് ഇന്ത്യയെ ഉപരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങാത്ത റഷ്യയുടെ നിലപാടിനെ ഇന്ത്യ അഭിനന്ദിച്ചിരുന്നു. ഈ കാലയളവിൽ 2 ലൈറ്റ് വാട്ടർ ന്യൂക്ലിയർ റിയാക്ടറുകൾ നിർമ്മിക്കാനുള്ള കരാറിന്റെ സമാപനവും കണ്ടു. ഈ സംഭവവികാസങ്ങൾ പതിറ്റാണ്ടുകളായി ആയുധ ഇറക്കുമതി കാരണം ഇന്ത്യ റഷ്യൻ ആയുധങ്ങളിൽ ദീർഘകാലമായി ആശ്രയിക്കുന്നതും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും തടസ്സമില്ലാത്ത ഇടപെടലിലൂടെ ഊട്ടിയുറപ്പിച്ച വിശ്വാസവും ഉൾപ്പെടെയുള്ള ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം നിലനിർത്തുന്ന 2 നിർണായക ഘടകങ്ങൾ കടിവരയിടുന്നു. ഇന്ത്യ അതിന്റെ പ്രതിരോധ പങ്കാളികളെ വൈവിധ്യവൽക്കരിക്കുകയും ആഗോള ആയുധ വിപണിയിൽ റഷ്യയെ മാറ്റി നിർത്താൻ അമേരിക്ക ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ റഷ്യൻ പ്രതിരോധ ബന്ധം പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു. 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ ആക്രമിച്ചതിനു ശേഷം ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയിൽ റഷ്യയെ മാറ്റിസ്ഥാപിക്കാനുള്ള ഉദ്ദേശം ജോ ബൈഡൻ ഭരണകൂടം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. ചരിത്രപരമായി റഷ്യ സ്ഥിരമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും വിതരണക്കാരാണ്. 2 പതിറ്റാണ്ടുകളായി റഷ്യയുടെ ആയുധങ്ങൾക്കായി ഇന്ത്യ $60 ബില്യൺ ചെലവഴിച്ചു എന്നത് ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും ഏറ്റവും പുതിയ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ പ്രതിരോധ കയറ്റുമതി സ്ഥിരമായി ഇടിവ് രേഖപ്പെടുത്തി. ഇതിൻ പ്രകാരം 2009-2013 76% നിന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ റഷ്യ വ്യാപാരം വെറും 36% കുറഞ്ഞു. പ്രതിരോധ ഉൽപാദനത്തിൽ കൂടുതൽ സ്വാശ്രയത്വത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ റഷ്യയുമായുള്ള ബന്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു.
നിർണായകമായ കഴിവുകളും സാങ്കേതിക വിദ്യയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് രാജ്യത്തിന്റെ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധാവാസ വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്കാളി എന്ന നിലയിൽ റഷ്യയുടെ പങ്ക് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കുറയുകയും കൂടുകയും ചെയ്യുമെങ്കിലും ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണവും റഷ്യയുമായുള്ള ആഴത്തിൽ വേരൂന്നിയ ബന്ധങ്ങളും പ്രതിരോധ നയം രൂപപ്പെടുത്തുന്നത് വഴി തുടർന്നു പോരുന്നു.